അപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു, കോളേജിൽ പഠിക്കുന്നു, ഈ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഉള്ളിനുള്ളിലെ ഒരു റൊമാൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിട്ടില്ലേ? പിന്നെ കോളേജിൽ പഠിച്ചുണ്ടായിരുന്നു. കോളേജിൽ പഠിച്ച നല്ല കൂട്ടുകാരികളും വലിയ അടുപ്പമുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതിനെ ആ ഇഷ്ടങ്ങളെയൊക്കെ എങ്ങനെ മാറ്റി വെക്കാൻ പറ്റുന്നത്? വിവാഹം, ജീവിതം, സന്യാസം, പൗരം അങ്ങനെ പലതും കണ്ടു. എനിക്കിഷ്ടം പൗരോഹിത്യതയായിരുന്നു. അപ്പം നിങ്ങൾ മറ്റേത് മോശമാണെന്നല്ല. അപ്പം ഇതിനോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഇതിനോടായിരുന്നു ആ രീതിയിൽ. പിന്നെ നമ്മൾ ഈ ഒത്തിരി സൗന്ദര്യവും സാമർഥ്യവും ഉണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ നമ്മൾ കുറേ കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം ചോർന്ന് തീർന്നു പോയവരായിട്ട് ഇരിക്കുന്നവരെ കാണാം. ഞങ്ങളുടെയൊക്കെ കോളേജ് ബാച്ചിൻ്റെ മീറ്റ് വെച്ചു. അപ്പം 40 വർഷങ്ങൾക്ക് ശേഷം. അപ്പം അന്ന് നമ്മൾ സൗന്ദര്യത്തോടെ നോക്കിയെടുത്ത് കാണാൻ ആഗ്രഹിച്ച് ചില പെൺപിള്ളേരുണ്ട് അന്നത്തെ കാലത്ത്. അപ്പം ആ ഭാവനയിലാണ് 40 വർഷം കഴിഞ്ഞ് വന്നതേ. അപ്പോൾ വന്നപ്പം അന്ന് ഏറ്റവും ആരാധനയോടെ കണ്ടതൊക്കെ പൊറോട്ടയ്ക്ക് വെച്ചിട്ട് മാവ് പോകും എന്ന് വെച്ചാൽ ജീവിതമേ. അപ്പം അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞേ, അപ്പം നമുക്ക് തോന്നും ഇത്രയൊക്കെ ഉള്ളൂ ജീവിതമേ. അപ്പം നമ്മളിപ്പം ഏതോ ജീവിതം ഒരു ജാൻ നീളം അല്ലേ. അപ്പം ആ കാലത്ത് ചെയ്യാവുന്ന ചെയ്ത് കടന്നു പോവുക. അപ്പം അങ്ങനെയുള്ള ചില പ്രേമം പോലെ തോന്നിയവരെ ആങ്ങളെ സ്നേഹം പോലെ തിരിച്ചു വിടുക. അല്ലാണ്ട് അത് മോശമെന്ന് വിടുന്നതല്ല, അതിൻ്റെ രീതിയെ നമ്മൾ വഴിതിരിച്ചൊന്ന് വിടുക എന്നുള്ളത്.